ഒന്നുമില്ലെങ്കിൽ ഇന്ന് അവസാനത്തെ പരീക്ഷയല്ലായിരുന്നാടാ. ആ 12ാമത്തെ ചോദ്യത്തിന് ഉത്തരം കൂടെ ഒന്ന് കാണിച്ചു തന്നൂടായിരുന്നു. ആ ഇൻവിജിലേറ്റർ കടുവ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. ഞാൻ തന്നെ വെറുതെ അവിടെ തുണ്ടു വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് കാണിക്കാനേ. ഞാൻ ആകെ ഒരു SI മാത്രമേ എഴുതിയുള്ളൂ. SI അല്ലേ? എടാ പുനർനിർമ്മാണല്ലേ നീ എഴുതിയത്? അത് തന്നെയാ തള്ളിയിട്ടുണ്ട്. ഉണ്ടാക്കണം, കൊച്ചിന്റെ തന്റെ ഉണ്ടാവണം, എല്ലാം ഞാൻ എഴുതി മലത്തി. എടാ പുനർനിർമ്മാണം ക്വസ്റ്റ്യൻ, റീസൈക്ലിംഗ്, പുനരുൽപാദനമല്ല. എപ്പോഴും ഉൽപാദനത്തിന്റെ ചിന്ത ഉള്ളല്ലേ? അയ്യോ തന്നെ കളിയാ. ഞാൻ ഒരു ആപ്പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ എല്ലാം അണ്ടർലൈൻ ചെയ്ത് എഴുതി വെച്ചു. പേപ്പർ നോക്കണേ, സാറെന്തായാലും പിള്ളേക്ക് ആയിക്കോളും. മുങ്ങി +1 ക്ലാസ് വിട്ടു കാണൂടിയാ. എനിക്ക് എന്റെ അരുണിമ ഒന്ന് കാണാം. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ചിലപ്പോ കാണാനില്ല. എഴുതി മലത്തേരിക്കും. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 5 അല്ലേടാ അപ്പു? ഏത് മനുഷ്യന്റെ ജീനിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? അയ്യ 5 അല്ല, അത് 12 ആണ്. ഞാൻ എണ്ണി നോക്കിയതല്ലേ. അത് എണ്ണി നോക്കാൻ പറ്റുമായിരുന്നോ? എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. എവിടെയാടാ ഈ ജീൻ ഇരിക്കണ? തള്ളവരലല്ലേ, ഈ തള്ളവരലിന്റെ സൈഡിലുള്ള വരകൾ കണ്ട, ഇതാണ് ജീന്. എനിക്കും അറിഞ്ഞുകൂടിയെന്ന്. അവന് ബിരിയാണിന്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഫുള്ള് തേങ്ങല്ല. നിന്നെ ഞാനൊന്ന് നോക്കിക്കോ. എന്തൊരു ബാധ കയറിയ കാവർക്ക് നീ ഇന്ന് രാവിലെ ജീന്റെ കാര്യം പറഞ്ഞല്ലേ? എന്നിട്ട് തള്ളവരലിന്റെ ഈ സൈഡിൽ എണ്ണി കഴിഞ്ഞാൽ ജീന്റെ എണ്ണം കിട്ടും എന്റെ അടുത്ത് പറയാത്ത നീ അവന്റെ അടുത്ത് പറഞ്ഞല്ല. അതെ അങ്ങനെ ജീൻ തള്ള വരില്ല. നീ എന്റെ അടുത്ത് കാലിന്റെ ഇടയിൽ അല്ല കാലിന്റെ അടിയിലാണ് ജീൻ എന്നല്ലടാ പറഞ്ഞത്. കാലമാടാ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ ഞാൻ ഷൂ ഊരി എന്റെ കാലിന്റെ അടിയുള്ള വര എണ്ണി 120 ജീനുണ്ട് കാലിന്റെ അടിയിലാ. ഇവിടെ മഹാഭാവി. എന്തായാലും പണ്ടര കഴിഞ്ഞില്ല എക്സാം. കൈമാറ്റാ അവന്റെ കാലിന്റെ അടിയിൽ ജീന്. നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഏത് കോളേജിലടേ? ഞാൻ SNV കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കയറും. അത് പിന്നെ അവന്റെ തന്ത കെട്ടിയ കോളാണ്ട് പിന്നെ സീറ്റ് കിട്ടുവരും. എങ്ങനെ മനസ്സിലായില്ല? ആ കോളേജ് കിട്ടിയപ്പോ എന്റെ അച്ഛനും ഉണ്ടായിരുന്നു കൊത്തന്റെ കയ്യാലത്ത്. അപ്പൊ സീറ്റ് കിട്ടുവോ അളിയാ? എന്തായാലും ജീനി കഴിഞ്ഞ എവിടെ? അയ്യോ അത് ഓന്തല്ലേ. ഓന്തല്ലടാ ഈനാ പറ്റി. പോടാ അത് ഓന്തേനെ. ഇതിനെ പറ്റി ഫോണിനല്ലേ? അടുത്ത മരപ്പാഴി. അത് സമയത്താണോ? സമയം 4:30 ആയടാ. എന്തളിയാ ഇത്? അത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ അളിയാ? ഇതിനളിയാ കരയണത് പരീക്ഷയ്ക്ക് ജീന്റെ എണ്ണം തെറ്റിപ്പോയോണ്ടാ. അപ്പു SNV കോളേജിലാണെങ്കിൽ ഈ രമ്യ SNV കോളേജ്. ഞങ്ങൾ SNV കോളേജിൽ അല്ലേടാ ബാബു? അരുണിമ എന്റെ അരുണിമ മാങ്ങാണ്ടി. എടാ കോഴി ബാബു, ആ കോളേജിലും പെമ്പിളില്ലേ? എങ്കി ഓക്കെ. അപ്പൊ തെറ്റി അല്ലേ? അപ്പൊ കൈവിട്. SNV കോളേജിലൊന്നും നല്ല പെമ്പിള്ളേരില്ല. അവിടെ ചെന്നാൽ കൂടെയുള്ളവന്മാര് പഴി ബാബു എന്ന് വിളിക്കുക. പോരാത്തതിന് ആ പരട്ടാളോട് വരെയും ചെയ്യും. എനിക്ക് ഞാൻ കാലമാടന്മാരോട് പഠിക്കണ്ട. ഞാൻ മാർത്തോമ കോളേജിൽ അഡ്മിഷൻ എടുക്കും. എന്നിട്ട് അവിടത്തെ തരുണിയും മലയും ഉറക്കണം ഞാൻ മാർത്തോമ കോളേജ്. ന്യൂ ഗേൾസ്, ന്യൂ ലൈഫ്. ജിങ്കലല്ലേ ഗേൾസ്. വെറുതെ നാളെ ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്? ഒരു കോട്ട് സൂട്ടിട്ട പ്രൊഫസറല്ലേ നിൽക്കുന്നത്? അദ്ദേഹത്തോട് ചോദിക്കാം. സാർ കാലമാടം വീരാണ്. നീ ഇവിടെയും കെട്ടിയെടുത്തല്ലേ? ഒരു കാലത്ത് നീ എനിക്ക് സമാധാനം തരരുത് മഹാഭാവി. ഇതെന്താടാ കാലില് കക്കോസിന്റെ സ്ലിപ്പറാ? സെൽപ്പറാ എവിടെ? അയ്യോ വെപ്രാളത്തിന്റെ ഷൂ എന്ന് പറഞ്ഞ് സെൽപ്പർ എടുത്തിട്ടുണ്ടോന്നല്ലയാ. ഇനിയിപ്പോ എത്രയും നാണക്കേടായി. അതൊക്കെ പോട്ട് എന്റെ കോളേജിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കണം. ഇന്ന് ഇറങ്ങിക്കോളറിയുന്നു. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കൊടുത്ത കോളേജാണ്. ഞാൻ ഇവിടുത്തെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. യു നോ ദാറ്റ്? I am also a BA English literature student in this college. You know that? Oh shit. പോലെ മാറണം. ധാര വണ്ടിയാണ്. എങ്ങനെയുണ്ട്? ഞാൻ വാടകയ്ക്ക് എടുത്താം. ഈ കോട്ടം വാടകയ്ക്കാണ്. ചേട്ടന്മാരെ, ഈ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ് എവിടെയാണ്? ഒരു സ്ത്രീ ശബ്ദമല്ലേ കേട്ടോ? BA English literature. ഞാനും. You hear how? Me here English literature first year. ഇതൊരുമാതിരി എലിയില്ലാത്ത എലിവാണത്തിന്റെ അവസ്ഥ. നീ SMBയിൽ പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ഉണ്ടാക്കിയത്? നീയൊക്കെ രണ്ടും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. മാറികള് പാൻറ്റിനകത്ത് ഒരുത്തൻ കിടന്ന് തുള്ളണം. ഇവനെന്തൊരു പ്രാന്താ? ഓ ബ്രോ ആക്കരുത്. ഇതൊക്കെ നിക്കറില്ലേ? ന്യൂ ട്രെൻഡ് ആണ്. ഹേ ബ്രോ, അതല്ലേ കോളേജ്, ഇതാണ് വഴി. താങ്ക്സ് ബ്രോ. നിങ്ങൾ അതെ ഞങ്ങൾ. ഞാൻ എന്തിവിടാ? നിങ്ങൾ എന്തിവിടാ? പച്ചക്കറി വാങ്ങിക്കാൻ വന്ന. ആഹാ, അപ്പൊ ഈ കോളേജിൽ പച്ചക്കറി കട ഉണ്ടായിരുന്നു. എളുപ്പം എനിക്ക് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോഴത്തേക്കും വൈകുന്നേരം വെള്ളരിക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോവല്ല. വീണ്ടും തുടങ്ങി. അത് പെട്രോൾ ടാങ്ക്. ഈശ്വര, ഈ കാലമാടന്മാർ ഇവിടെ വന്ന
ഈശ്വര ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആവല്ലേ